going to take a story that happened when Jesus was alive. യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. A story that we all can understand. നമുക്കെല്ലാവർക്കും മനസ്സിലാകുവാൻ പറ്റുന്ന ഒരു കഥ. That I'm going to put it before you, a challenge as I finish the story. അങ്ങനെ അത് പറഞ്ഞ ശേഷം ഞാൻ ആ വാക്കുകൾക്ക് വിരാമം ഇടുമ്പോൾ ഒരു വെല്ലുവിളി നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടാണ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. Everybody should work with me. You're not going to sit alone quietly. Pastor Rajesh said you can't go to sleep. We have come from Delhi, so please keep your eyes open and listen to the word of God. ഇത്രയും ദൂരം ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നതുകൊണ്ട് കർത്താവിന്റെ ദാസൻ രാജു പാസ്റ്റർ പറഞ്ഞതുപോലെ നിങ്ങൾ ആരും ഇരുന്ന് ഉറങ്ങരുത്. നിങ്ങൾ എല്ലാവരും എന്നോട് കൂടെ വന്ന് ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. Turn your Bibles to John's Gospel chapter 5. നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. We should read the chapter from verse 1 to verse 11, but we are not going to do that. We are going to read one verse and we'll start from there. അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തയ്ക്കായിട്ട് എടുക്കുന്നതെങ്കിലും അതെല്ലാം വായിക്കാൻ നാം സമയമെടുക്കുന്നില്ല. അതിനകത്ത് ഒരു വാക്യം മാത്രം നമ്മൾ വായിക്കുന്നു. I am so pleased that Pastor James is translating for me because he always makes me a better preacher. Thank you. Amen. All right, we're going to read verse 6. അതിന്റെ 6-ാം വാക്യമാണ് നമ്മൾ വായിക്കുവാൻ പോകുന്നത്. And when Jesus saw him lying there and knew that he already had been in that condition a long time, he said to him, do you want to be made well? 6-ാം വാക്യം, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായി ഇരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. Jesus is asking this man who is lying there paralyzed for 38 long years. 38 നീണ്ട വർഷങ്ങൾ പക്ഷവാതം പിടിച്ചവനായി കിടക്കുന്ന ഈ മനുഷ്യനോടാണ് കർത്താവ് ചോദിക്കുന്നത്. He is asking a simple question. വളരെ ലളിതമായ ഒരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. What is the question? എന്താണ് ആ ചോദ്യം? Do you want to be healed? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? So let's imagine that Jesus is standing here today. നമുക്ക് ഇങ്ങനെ ഭാവനയിൽ കാണാം യേശു ഇവിടെ നിൽക്കുന്നു എന്ന്. Jesus is looking at every one of you. നിങ്ങളിൽ ഓരോരുത്തരെയും കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. And he is asking this question. ഈ ചോദ്യം കർത്താവ് ചോദിക്കുകയാണ്. Do you want to be healed? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? What will be your answer? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? What will be your answer? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? If Jesus is asking you this question, യേശു ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ what will be your answer? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? എന്തായിരിക്കും മറുപടി? മറുപടി പറയുമ്പോൾ തലയാട്ടി കാണിക്കണ്ട, വാ വിളിച്ച് പറയണം. So he is asking you, do you want to be here? What will be your answer? നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? എനിക്ക് കണ്ണ് കാണത്തില്ലെന്ന് വെച്ചോ, ചെവിയെ കേൾക്കത്തുള്ളൂ, അതുകൊണ്ട് വാ തുറന്ന് എന്ത് പറയും നിങ്ങൾ? What will you say? Do you want to be up? So maybe they are thinking, I am not sick, why should I say yes? So let's change this question. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ രോഗിയല്ലാത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യം ഒന്ന് തിരിച്ചിട്ട് വേറെ ഒരു രീതിയിൽ ഒന്ന് ചിന്തിക്കുവാൻ പോകും. Let me ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. How many of you want a miracle in your life this morning? ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? Please raise your hands. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ ഒന്ന് ഉയർത്തിക്കാട്ടെ. You want a miracle in your studies, in your life, in your finance, in your business, in your family. How many of you want a miracle? Raise your hands, please. ജീവിതത്തിൽ ഒരു അത്ഭുതം വേണമെന്ന് നിങ്ങളുടെ പഠനത്തിലോ നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ ഏത് മേഖലയിലെങ്കിലും ഒരു അത്ഭുതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്താം. So let's change the question of Jesus now. അപ്പോൾ നമുക്ക് യേശുവിന്റെ ഈ ചോദ്യത്തെ ഒന്ന് മാറ്റി ചോദിക്കാം. So Jesus is asking you, യേശു നിങ്ങളോട് ചോദിക്കുകയാണ്, do you want a miracle? നിങ്ങൾക്ക് ഒരു അത്ഭുതം വേണോ? How many of you will answer that question? ആ ചോദ്യത്തിന് നിങ്ങളിൽ എത്ര പേർ മറുപടി പറയും? Do you want a miracle? നിങ്ങൾക്കൊരു അത്ഭുതം വേണോ? You have to open your mouth and give me the answer, otherwise my preaching is over. നിങ്ങൾ വാ തുറന്ന് മറുപടി പറഞ്ഞെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ പ്രസംഗം ഇവിടെ തീരും. Do you want a miracle? നിങ്ങൾക്കൊരു അത്ഭുതം വേണോ? എവിടെയായിരുന്നു ഇത്രയും നേരം?
Shut up. I thought that you are upset with me. You are upset with my testimony. You are thinking I should leave. But I am not leaving because I am going to pray for you for a miracle. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നോട് അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് എൻ്റെ സാക്ഷ്യമൊക്കെ കേട്ടിട്ട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. Right through this message, which will not be a long time, we are going to be thinking about receiving a miracle in our life. ഈ സന്ദേശത്തിലുടനീളം, അത് ദീർഘമായ ഒരു സന്ദേശമല്ല എങ്കിലും ഇതിനകത്തുടനീളം നാം ഇന്ന് പകൽ കേൾക്കുവാൻ പോകുന്നത് ഒരു അത്ഭുതം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. I may not be the best preacher this week. ഈ ആഴ്ചയിൽ ഇവിടെ സംസാരിക്കുന്നതിലെ ഏറ്റവും നല്ല പ്രാസംഗികനായിരിക്കില്ല ഒരു But പക്ഷേ I ഞാൻ. promise you that we are beginning our Charisma Crusade today with a miracle in your life. എന്നാൽ ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, നാം ഈ കരിസ്മ ക്രൂസൈഡ് ഈ വർഷം ആരംഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തോടു കൂടിയാണ്. I have been praying for this day. ഈ ഒരു ദിവസത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. I was asking the Lord, why are you sending me to this place? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്തിനാണ് എന്നെ ഇവിടേക്ക് അയക്കുന്നത് എന്ന്. What am I supposed to tell the people? ഞാൻ എന്താണ് ഈ ജനത്തോട് പറയേണ്ടത്? And Jesus said to me, എന്നാൽ യേശു എന്നോട് പറഞ്ഞു, tell them that I am a miracle worker. അവരോട് പറയുക, ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. Tell my people that I am a miracle worker. ഞാൻ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവനെന്ന് എന്റെ ജനത്തോട് പറയണമെന്ന് ദൈവം പറഞ്ഞു. And I said to God, I like this, I will do it. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്കത് ഇഷ്ടമാണ്, ഞാനത് ചെയ്യാം. Who cares about your preaching? ആർക്ക് വേണം ഇവിടുത്തെ പ്രസംഗം? But the people care about me, God, Jesus says. എന്നാൽ യേശു പറയുന്നത് ചെയ്യുന്നതിനുമാണ് ജനം കാത്തിരിക്കുന്നത്. So I am here to preach about a miracle worker, my dear friends. അതുകൊണ്ട് എന്റെ സ്നേഹിതരെ, ഇന്ന് പകൽ ഞാൻ ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ചാണ് പറയുവാൻ വന്നത്. So the miracle worker is asking you the simple question. അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആ ദൈവം ഒരു ലളിത ചോദ്യം ചോദിക്കുകയാണ്. Are you ready? നിങ്ങൾ തയ്യാറാണോ? Jesus is asking every one of you. നിങ്ങളിൽ ഓരോരുത്തരോടും യേശു ചോദിക്കുകയാണ്. He is asking you, do you want a miracle? നിങ്ങൾക്ക് ഒരു അത്ഭുതം വേണോ? Only 50% desire. Other thing is they are not very sure. ഏതാണ്ട് 50% പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളൂ, ബാക്കിയുള്ളവർക്ക് വലിയ ഉറപ്പില്ല, നിശ്ചയമില്ലെന്ന് തോന്നുന്നു. But we want to tell Jesus we are serious and we do want a miracle today. എന്നാൽ ഇന്ന് പകൽ നാം കർത്താവിനോട് പറയുവാൻ പോകുകയാണ്, നമ്മൾ ഇവിടെ എന്ത് പറയുന്നുവോ അതിനകത്ത് നമ്മൾ വളരെ ഗൗരവത്തോടും കാര്യമായിട്ടുമാണ് ഇത് പറയുന്നതെന്ന്. So you have to work with me because we are going to receive a miracle from Jesus. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം വന്ന് നമ്മൾ ഒരുമിച്ച് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഇന്ന് പകൽ നിങ്ങൾ കർത്താവിൽ നിന്ന് ഒരു അത്ഭുതം പ്രാപിക്കുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. You line up your miracle in your heart. You plan your miracle. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട അത്ഭുതം എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുക. Whatever may be the miracle. ഏത് അത്ഭുതമാണെങ്കിലും, It may be healing in your body. അതൊരു പക്ഷേ ശരീരത്തിലെ സൗഖ്യമായിരിക്കാം. It may be the admission in your college. അതൊരു പക്ഷെങ്കിൽ കോളേജിലെ നിങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കാം. It may be the business that is not doing well. അതൊരു പക്ഷേ നിങ്ങളുടെ ബിസിനസ് നന്നായി പോകാത്തതിന്റെ ആയിരിക്കാം. It may be your children who is not obeying you. നിങ്ങളെ അനുസരിക്കാത്ത നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകാം. But I am calling it a miracle for you in your life. എന്നാൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുവാൻ പോകുകയാണ്. Because Jesus says, I am the miracle worker. കാരണം യേശു പറയുകയാണ്, ഞാനാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. Hallelujah. And he is asking you today, do you want a miracle? അതുകൊണ്ട് കർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു അത്ഭുതം വേണോ? Do you want a miracle? നിങ്ങൾക്കൊരു അത്ഭുതം വേണോ? Do you want a miracle? നിങ്ങൾക്കൊരു അത്ഭുതം വേണോ? Do you want a miracle? നിങ്ങൾക്കൊരു അത്ഭുതം വേണോ? This is the day of miracle in our life today. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ പകലാണ്. Believe me, my dear friends, today is a day of miracle for you. എന്നെ വിശ്വസിക്കുക എന്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ്. In the next few minutes when I finish, we are going to pray and I'm going to see and I'm going to release the anointing of God upon your life that you're going to experience
a miracle in your life. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുമ്പോഴത്തേന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു അഭിഷേകത്തിന്റെ പകർച്ചയുടെ കൈമാറ്റം നടക്കുകയോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രാപിക്കുന്നത് ഞാൻ കാണുകയും ചെയ്യും. Hallelujah. ഹല്ലേലൂയ. And right through this sermon, I'll keep on asking again and again, do you want a miracle? ഈ സന്ദേശത്തിൽ ഉടനീളം ഞാൻ വീണ്ടും വീണ്ടും പല ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്കൊരു അത്ഭുതം വേണോ? Because I want to prepare your heart for the miracle that is ready for you. നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അത്ഭുതത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. The story begins in this chapter. ഈ അധ്യായത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. The Bible says വേദപുസ്തകം പറയുന്നു, there was a pool outside the city of Jerusalem. യെരുശലേം പട്ടണത്തിന്റെ വെളിയിലായിട്ട് അവിടെ ഒരു കുളമുണ്ടായിരുന്നു. And the name of the pool is Bethesda. ആ കുളത്തിന്റെ പേര് ബെഥസ്ത എന്നായിരുന്നു. Do you know the meaning of Bethesda? ബെഥസ്ത എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? Every name in the Bible, everything that said it has got a meaning in the Bible. വേദപുസ്തകത്തിലുള്ള ഓരോ പേരുകൾക്കും അതിനൊരു അർത്ഥമുണ്ട്. Amen. ആമേൻ. What is the meaning of Bethesda? എന്താണ് ബെഥസ്തയുടെ അർത്ഥം? The meaning of Bethesda is house of mercy. ബെഥസ്ത എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. That is the meaning of Bethesda. അതാണ് ബെഥസ്തയുടെ അർത്ഥം. So I like that name. എനിക്ക് ആ പേര് ഇഷ്ടമാണ്. So when I started all the organizations, അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പ്രസ്ഥാനങ്ങളും തുടങ്ങിയപ്പോൾ I called every one of them Bethesda. അതിനെല്ലാം ഞാൻ ഇട്ട പേര് ബെഥസ്ത എന്നാണ്. I got many schools in different states. പല സംസ്ഥാനങ്ങളിലായിട്ട് എനിക്ക് പല സ്കൂളുകളുണ്ട്. It's all called Bethesda Christian Academy. അതിന്റെ എല്ലാം പേര് ബെഥസ്ത ക്രിസ്ത്യൻ അക്കാഡമി എന്നാണ്. I have an engineering college. എനിക്കൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. And it is called the Bethesda Institute of Technology. അതിന്റെ പേര് ബെഥസ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. I've got so many orphanages. എനിക്ക് ഒത്തിരി അനാഥശാലകളുണ്ട്. It's all called Bethesda Boys Home. അതിന്റെ എല്ലാം പേര് ബെഥസ്ത ബോയ്സ് ഹോം എന്നാണ്. Bethesda Bible College. ബെഥസ്ത ബൈബിൾ കോളേജ്. Because I like that name. കാരണം എനിക്ക് ആ പേര് ഇഷ്ടമാണ്. Amen. ആമേൻ. What is the speciality of Bethesda pool? എന്താണ് ഈ ബെഥസ്ത കുളത്തിന്റെ പ്രത്യേകത? The Bible says വേദപുസ്തകം പറയുന്നു, on a certain time, it doesn't give you the time and the date or anything, but on a certain time, an angel will come into that pool. പ്രത്യേകമായ ദിവസമോ സമയമോ അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു സമയത്ത് ഒരു ദൂതൻ ആ കുളത്തിലേക്ക് ഇറങ്ങി വരും. And he will stir the pool. എന്നിട്ട് ആ കുളം താൻ കലക്കും. It's not like angel coming with 6 wings. You don't see that, but you see the stirring of the pool. ഒരു പക്ഷെങ്കിൽ 6 ചിറകുകളുമായിട്ടൊക്കെ ഒരു ദൂതൻ വന്ന വലിയ ബഹളമുണ്ടാക്കുന്ന അല്ല കാണുന്നത്, മറിച്ച് ആ വെള്ളം കലങ്ങുന്നത് മാത്രം കാണാം. And the Bible says, വേദപുസ്തകം പറയുന്നു, whosoever entered the pool first, ആര് ആദ്യം ഇത് കഴിഞ്ഞ് കുളത്തിലേക്ക് ഇറങ്ങുന്നുവോ, no matter what sickness he has, എന്ത് രോഗമായിരുന്നാലും വിഷയമല്ല, he will be healed. അവർ സൗഖ്യം പ്രാപിക്കും. Hallelujah. ഹല്ലേലൂയ. I think that first time it would have been an accident. Somebody walked in and that got healed. ഒരു പക്ഷെങ്കിൽ അത് ആദ്യമായിട്ട് യാദർശികമായിട്ട് ഒരു മനുഷ്യൻ അതിനകത്ത് ഇറങ്ങി കാണും, അന്നേരം സൗഖ്യം പ്രാപിച്ചു കാണും. അങ്ങനെ ആയിരിക്കും ഇതിന്റെ തുടക്കം. So the news started spreading to the other people. അങ്ങനെ ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് പടരുവാൻ തുടങ്ങി. Hey, it's a miracle pool. ഇതാ ഇവിടെ ഒരു അത്ഭുതത്തിന്റെ കുളം. Oh, the angel is stirring the water. ഇതാ ദൂതൻ വന്ന് കുളം കലക്കുന്നു. The first person is healed. ആദ്യത്തെ മനുഷ്യൻ ഇതാ സൗഖ്യം പ്രാപിച്ചു. So one by one sick people started coming. അങ്ങനെ ഓരോരുത്തരായിട്ട് രോഗികൾ വരുവാൻ തുടങ്ങി. Hundreds of people sitting around the pool. ഒത്തിരി പേര് ഇതാ ഇതിന്റെ കുളത്തിന്റെ കടവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. All sick people. എല്ലാവരും രോഗികൾ. Amen. ആമേൻ. Why are they there? എന്തിനാണ് അവരവിടെ ഇരിക്കുന്നത്? They are there to receive healing. അവരവരുടെ സൗഖ്യം പ്രാപിക്കുവാനാണ് അവിടെ ഇരിക്കുന്നത്. When you read this story, ഈ കഥ നാം വായിക്കുമ്പോൾ we get excited about this pool. ഈ കുളത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് ആവേശം കൊള്ളാറുണ്ട്. We think that this is an amazing pool. ഇത് ഒരു ആശ്ചര്യമേറിയ കുളമാണെന്ന് തോന്നുന്നു. Healing takes place in this water. ഈ വെള്ളത്തിനകത്ത് സൗഖ്യം നടക്കുന്നു. So every time more and more people coming, filling that pool on the shores of the pool. അങ്ങനെ ഈ കുളത്തിന്റെ കടവിലേക്ക് ഓരോ പ്രാവശ്യം അധികമായി ജനം വന്ന് രോഗികൾ വന്ന് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. But most of the people who are coming
are people who can't get to the water. എന്നാൽ അവിടെ വരുന്നതിൽ ഏറിയ പങ്കും ഈ കുളത്തിലേക്ക് ചെന്ന് കയറുവാൻ കഴിയാത്തവരായിട്ടുള്ളവരാണ്. If you read in verse 3, അതിന്റെ 3-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ it talks about 3 sickness in that verse. അവിടെ 3 തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. Number 1, ഒന്ന്, blind people. Blind people. കുരുടരായവർ. Well, blind people cannot see the water getting stirred. കാരണം ഈ കുരുടർക്ക് വെള്ളം കലങ്ങുന്നത് കാണുവാൻ പറ്റില്ല. So they'll be sitting there. അങ്ങനെ അവരവിടെ ഇരിപ്പുണ്ട്. Somebody else will get in the water. അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും മിടുക്കരെ വെള്ളത്തിൽ കയറും. And the second group is lame people. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് മുടന്തരാണ്. They can't get to the water. അവർക്കും വെള്ളത്തിലേക്ക് ചെന്ന് താനെ കയറുവാൻ പറ്റില്ല. And the third group is paralyzed people. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് പക്ഷവാതം വന്നവരാണ്. Like this man, 38 long years. ഈ 38 വർഷമായ ഈ മനുഷ്യനെ പോലെയുള്ളവർ. So in short, most of the people are sitting at the pool, but they cannot enter into the water. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം ജനത്തിനും ഈ കുളത്തിലേക്ക് സ്വയമായി ഇറങ്ങുവാൻ പറ്റില്ല. And suddenly the angel comes. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇതാ ദൂതൻ വരുന്നു. The water gets stirred. വെള്ളം ഇതാ കലങ്ങുന്നു. They all can see it. ഇവർക്കെല്ലാം ഇത് കാണാം. They can't run. പക്ഷേ അവർക്ക് ആർക്കും ഓടി എത്താൻ പറ്റില്ല. They are not strong people. They are sick people. അവര് രോഗികളായതുകൊണ്ട് തന്നെ അവർ ശക്തരല്ല, കരുത്തുള്ളവരല്ല. Most of them cannot get to the water. അവരിൽ നല്ലൊരു പങ്കുനും ഈ വെള്ളത്തിലേക്ക് എത്താൻ പറ്റില്ല. But some of them drag themselves and fall into the water. പക്ഷേ അവര് എങ്ങനെയെങ്കിലും ഒക്കെ വലിഞ്ഞ് ഇഴഞ്ഞ് ഈ വെള്ളത്തിനകത്തേക്ക് അവര് പോയി വീഴുവാൻ ശ്രമിക്കും. And you don't know who is healed. എന്നാൽ ഇതിൽ ആർക്കാണ് സൗഖ്യം കിട്ടിയതെന്ന് നമുക്കറിയില്ല. So many people are standing in the water. ഒത്തിരി പേര് ഇപ്പോൾ ഈ വെള്ളത്തിൽ നിൽപ്പുണ്ട്. And suddenly പെട്ടെന്ന് one person says, I'm healed, I'm healed, I'm healed. ഒരുത്തൻ പെട്ടെന്ന് വിളിച്ചു പറയുന്നു, എനിക്ക് സൗഖ്യമായി 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 എന്ന്. And the other people know he was the first one. അപ്പോഴാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അവനാണ് ആദ്യം ഇറങ്ങിയതെന്ന്. Only the first person will be healed. അങ്ങനെ ആദ്യത്തെ ആൾക്ക് മാത്രമേ സൗഖ്യം കിട്ടുള്ളൂ. What kind of a pool is this? എന്ത് തരത്തിലുള്ള കുളമാണിത്? If you read the story in the beginning, you think that it is an amazing pool, healing people from all kind of sickness. ഈ കഥ നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇത് നല്ല ആശ്ചര്യമേറിയ ഒരു കുളമാണ്, ഒത്തിരി രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന കുളമാണല്ലോ എന്നൊക്കെ. But I want you to see these people for a minute. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ ഇതിന്റെ ഈ കുളക്കരയിൽ ഇരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം. One person is healed. ഒരു വ്യക്തി സൗഖ്യമായി. 100 people were inside the water. 100 കണക്കിന് പേര് ഈ വെള്ളത്തിനകത്തിറങ്ങി. 99 people are walking back to the side of the pool. അതിൽ ബാക്കി 99 പേരും ഈ കുളത്തിന്റെ കരയിലേക്ക് മടങ്ങി വരികയാണ്. I want to look at their faces. നിങ്ങൾ അവരുടെ മുഖങ്ങളിലേക്ക് ഒന്ന് നോക്കണം. There is no joy. അവരുടെ മുഖത്ത് സന്തോഷമില്ല. They are still sick in their body. അവരിപ്പോഴും രോഗികളായി ഇരിക്കുകയാണ് ശരീരത്തിൽ. They could not get healed. അവർക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. One person is happy. ഒരുത്തൻ സന്തോഷമുള്ളവനാണ്. 99 people are not happy. എന്നാൽ ബാക്കി 99 പേർക്കും ഒരു സന്തോഷവുമില്ല. And the numbers are increasing every day. അങ്ങനെ ഈ എണ്ണം ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. So I see the place of pool of Bethesda is not a place of joy, but it's a place of sorrow and sadness. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബെഥസ്ത കുളക്കടവ് എന്ന് പറയുന്നിടം ഒരു സന്തോഷത്തിന്റെ ഇടമായിട്ടല്ല, മറിച്ച് നിരാശയുടെയും ദുഃഖത്തിന്റെയും സ്ഥലമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. There's so hopelessness there. അവിടെ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല. There's so hurt in the hearts of the people. അവിടെയുള്ളവരെല്ലാം ഹൃദയത്തിൽ മുറിവേറ്റവരാണ്. And then my question is this. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, Because the story goes where Jesus is going to come in a minute. എന്നാൽ ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ യേശു അവിടെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ പോകുകയാണ്. Then I'm asking God, why did you put this Bethesda pool story before Jesus came? ഞാൻ ഇങ്ങനെ ചോദിച്ചു, യേശു വരുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ ബെഥസ്ത കുളക്കടവിന്റെ കഥ ഇവിടെ ഇങ്ങനെ ഇട്ടത് എന്ന്. This is not a great story. ഇതൊരു വലിയ കഥയൊന്നുമല്ല. This is a heartbreaking story. ഇത് ഹൃദയത്തെ തകർക്കുന്ന കഥയാണ്. Some people got healed. ചിലർക്ക് സൗഖ്യം കിട്ടുന്നു. But look at the people around the pool. എന്നാൽ അവിടെയുള്ള ബാക്കി ഭൂരിപക്ഷം പേരെയും നോക്കുക. They are hurt in their hearts. അവരവരുടെ ഹൃദയങ്ങളിൽ മുറിവേറ്റവരാണ്. They're sick in their bodies. അവരവരുടെ ശരീരത്തിൽ രോഗികളാണ്. There's no joy, there's no hope.
അവർക്ക് സന്തോഷമില്ല, പ്രത്യാശയില്ല. I'm saying, why this pool? എന്തുകൊണ്ട്, എന്തിനാണ് ഈ കുളക്കടവിന്റെ കഥ? Why are you putting these two stories together? എന്തിനാണ് ഈ രണ്ട് കഥയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നിടുന്നത്? And I suddenly realized there was a reason for Jesus to put this story before he came. യേശു വരുന്നതിന് മുൻപേ ഈ കഥ, ഈ കുളക്കടവിന്റെ അനുഭവം ഇവിടെ ഇട്ടതിനൊരു കാരണമുണ്ടെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. Why? What do you want to learn from this pool? എന്താണ് ഈ കുളക്കടവിൽ നിന്ന് പഠിക്കുവാനുള്ളത്? The pool talks about the Old Testament. ഈ കുളം എന്ന് പറയുന്നത് പഴയ നിയമത്തെ കാണിക്കുന്നതാണ്. The pool talks about the law of Moses. ഈ കുളക്കടവ് കാണിക്കുന്നത് മോശയുടെ ന്യായപ്രമാണമാണ്. What is the Old Testament saying? എന്താണ് പഴയ നിയമം പറയുന്നത്? What is the law saying? എന്താണ് ന്യായപ്രമാണം പറയുന്നത്? In short, it says, try to be good. ചുരുക്കത്തിൽ അത് പറയുന്നത്, നിങ്ങൾ നല്ലവരായി തീരുവാൻ ശ്രമിക്കുക. Try to do the right thing. നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. If you don't do it, അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ then God will say, ദൈവം പറയും, you tried, but it was not good enough. നീ ശ്രമിച്ചു, പക്ഷെ അത് വേണ്ടതുപോലെ ആയില്ല എന്ന്. Go and try again. നീ വീണ്ടും പോയി ശ്രമിക്കുക. Go and try again. വീണ്ടും പോയി ശ്രമിക്കുക. That is what all the religion is teaching us. അതാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത്. People are all going on their trips to various temples and various churches here and there. പല പുണ്യ സ്ഥലങ്ങളും സന്ദർശിക്കുവാനായിട്ട് ജനങ്ങൾ ഇങ്ങനെ തീർത്ഥയാത്ര നടത്തുകയാണ്. They want to prove and tell God they are good people. അവര് നല്ലവരാണെന്ന് ദൈവത്തെ തെളിയിച്ച് കാണിക്കുവാൻ ശ്രമിക്കുകയാണ്. But the pool of Bethesda is saying, എന്നാൽ ബെഥസ്ദ കുളക്കടവ് പറയുന്നത്, you came to the water, നീ വെള്ളത്തിന്റെ അടുക്കൽ വന്നു, but you are not the first. എന്നാൽ നീ ആയിരുന്നില്ല ആദ്യം വന്നത്. You didn't get there first, so he is here. Get back, you are not here. അവൻ ആദ്യം ഇറങ്ങിയത് കൊണ്ട് അവൻ സൗഖ്യം പ്രാപിച്ചു, നീ സൗഖ്യമായില്ല, അതുകൊണ്ട് നീ ഇറങ്ങിപ്പോകുക. We are never good enough to please God in our life. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ ഒരിക്കലും അത്ര നല്ലവരല്ലാത്ത ഒരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. You and I can never please God in our life. നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല ജീവിതത്തിൽ. Whatever you do, whatever I do, is not good enough. ഞാനും നിങ്ങളും എന്ത് ചെയ്താലും അതൊന്നും നന്മയായി തീരുന്നില്ല. That is the pool of Bethesda, my dear friend. അതാണ് എന്റെ സ്നേഹിതരെ ബെഥസ്ദ കുളക്കടവ് എന്ന് പറയുന്നത്. The law of Moses is not the place where you can find joy and peace. അവിടെ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലത്. Amen. ആമേൻ. That is the pool of Bethesda. അതാണ് ബെഥസ്ദ കുളക്കടവ്. But I want to take you from that pool to the man who is walking towards the pool. എന്നാൽ അവിടെ നിന്ന് ആ കുളക്കടവിലേക്ക് നടന്നു വരുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകും. Today I want to show you that Jesus Christ is coming to the pool of Bethesda. ഇന്ന് ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു എന്ന വ്യക്തി ആ കുളക്കടവിലേക്ക് വരികയാണ്. Hallelujah. ഹല്ലേലൂയ. Jesus is coming to the pool. യേശു ഇതാ കുളക്കടവിലേക്ക് വരുന്നു. Who is this Jesus? ആരാണ് ഈ യേശു? Jesus is representing the grace of God. യേശു ക്രിസ്തു ദൈവത്തിന്റെ കൃപയെ പ്രതിനിധീകരിക്കുന്നവനാണ്. Amen. Before the grace of God, all of us are good enough before him. ദൈവത്തിന്റെ കൃപ വരുന്നതിന് മുൻപേ നമ്മൾ ആരും ദൈവസന്നിധിയിൽ നല്ലവരായിരുന്നില്ല. Today grace is coming to us. എന്നാൽ ഇതാ ഇപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. Today grace is coming to you, my dear friends. എന്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. Are you lying in front of the pool of Bethesda? ഒരുപക്ഷേ നിങ്ങൾ ബെഥസ്ദ കുളക്കടവിന്റെ വക്കിൽ കിടക്കുകയാണോ? Is God saying you're not good enough? നിങ്ങൾ നല്ലവരല്ലെന്നല്ല അവിടെ പറയുന്നത്. Today the good news is Jesus is coming. ഇന്നത്തെ സദ്വർത്തമാനം എന്ന് പറഞ്ഞാൽ യേശു അവിടെ വരികയാണ്. Hallelujah. ഹല്ലേലൂയ. Grace is coming to you, my dear friends. എന്റെ പ്രിയ സ്നേഹിതരെ, കൃപ നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. Grace is coming to you today. ഇന്ന് കൃപ നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. You don't need to prove yourself anything. നിങ്ങൾ തന്നെ ഇനി നിങ്ങളിൽ ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല. You don't need to tell Jesus you are a good man. നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണെന്ന് ഇനി യേശുവിനോട് പറയേണ്ട കാര്യമില്ല. Jesus says, I know you, I know who you are, and I'm here to help your life. യേശു പറയുകയാണ്, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ ജീവിതം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. Amen. ആമേൻ. Jesus came to this man
who was lying for 38 long years. നീണ്ട 38 വർഷം അവിടെ കിടന്ന ഈ മനുഷ്യന്റെ അടുക്കലേക്ക് യേശു വരികയാണ്. I'm almost getting ready to finish up, so don't worry, don't look at the clock. We got big clocks everywhere, but we'll try to finish it because I want Pastor Raju to give me some lunch, so I'm getting ready. നിങ്ങൾ ആരും സമയത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട. വലിയ വലിയ ക്ലോക്കുകളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ ആരും നോക്കി ഭാരപ്പെടേണ്ട. ഞാൻ വേഗത്തിൽ നിർത്താൻ പോകുക. കാരണം എനിക്കും പാസ്റ്റർ രാജു പൂവക്കാലായിൽ നിന്ന് ഒരു നല്ല ഭക്ഷണം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. Amen. So Jesus comes to this man. അതുകൊണ്ട് യേശു ഈ മനുഷ്യന്റെ അടുക്കൽ വന്നു. And he's talking to him. അവനോട് സംസാരിക്കുകയാണ്. And the Bible says he knew that he was lying there for a long time. വേദപുസ്തകം പറയുന്നു അവന് നീണ്ട കാലങ്ങളായി അങ്ങനെ കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. Now we are in verse 6. ഇപ്പോൾ നമ്മൾ 6-ാം വാക്യത്തിലാണ്. And Jesus looked at him. യേശു അവനിങ്ങനെ നോക്കി. And he says, യേശു പറഞ്ഞു, do you want to be healed? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? What will we say? എന്താണ് പറയേണ്ടത്? Do you want to be healed? നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? മറന്നു പോയി. I'll ask you one more time. Do you want to be healed? ഒരു പ്രാവശ്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? Do you want a miracle? നിങ്ങൾക്കൊരു അത്ഭുതം വേണമോ? Hallelujah. ഹല്ലേലൂയ. If Jesus is asking you to do a miracle, if he asks you, what will be your answer? യേശു ഒരു അത്ഭുതം ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? He is asking you, do you want a miracle? What will be your answer? യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു അത്ഭുതം വേണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? വളരെ തണുത്തു ഇങ്ങനെ ചെറിയ മിറക്കിൾ മതി എന്ന് പറയുന്ന പോലെയാണ്. Let me ask you one more time. Would you say yes if Jesus is asking you to do a miracle? നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്ന് യേശു പറയുകയാണെങ്കിൽ നിങ്ങൾ അതിന് ഉവ്വ് എന്ന് പറയുമോ? No, I want to prove it to you. You will not say yes. ഞാൻ നിങ്ങളോട് തെളിയിക്കാൻ പോകുകയാണ്. യേശു അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ അത് പറയത്തില്ലെന്നുള്ളത്. Jesus is coming and standing in front of you. യേശു നിങ്ങളുടെ മുൻപിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. And he's asking you, do you want a miracle? യേശു ചോദിക്കുക, നിങ്ങൾക്കൊരു അത്ഭുതം വേണമോ എന്ന്. And I promise you, you will not say yes. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഉവ്വ് എന്ന് പറയത്തില്ല. I'm going to prove it from this story. ഞാൻ അത് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പോകുകയാണ്. You know what this man said? എന്താണ് ഈ മനുഷ്യൻ പറഞ്ഞെന്നറിയാമോ? He did not say yes. അവൻ ഉവ്വ് എന്നല്ല പറഞ്ഞു, വേണമെന്നല്ല പറഞ്ഞത്. He said to Jesus, who are you? അവൻ യേശുവിനോട് ചോദിച്ചതിന്റെ സാരം ഇതാ, അങ്ങ് ആരാണ്? Do you know the story here? ഇവിടുത്തെ കഥ എന്താണ്? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? There is a way of doing things here. ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. Oh, the angel will come stir the water. ഇതാ ദൂതൻ വന്ന് കുളം കലക്കും. And every one of us will try to get in. ഞങ്ങൾ എല്ലാവരും അതിനകത്ത് ഇറങ്ങാൻ ശ്രമിക്കും. And only the first person will be healed. എന്നാൽ അതിനകത്ത് ആദ്യം ഇറങ്ങുന്നയാൾ മാത്രമേ സൗഖ്യം പ്രാപിക്കത്തുള്ളൂ. And my problem is, എന്റെ പ്രശ്നം, I don't have anybody to help me. എന്നെ സഹായിക്കുവാൻ ആരുമില്ല. So would you please wait here and take me to the water? അതുകൊണ്ട് ദയവായി ഇവിടെ നിന്നുകൊണ്ട് അടുത്ത പ്രാവശ്യം ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എന്നെ കുളത്തിലോട്ടൊന്ന് ഇറങ്ങാൻ സഹായിക്കാമോ? That is what the man was saying. You read it in verse 7. അതാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. നിങ്ങൾ 7-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. But Jesus is saying, do you want to be healed? യേശു നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. I'm not asking about the process in this Bethesda pool. ഈ കുളത്തിനകത്ത് നടക്കുന്ന പ്രക്രിയ, അതിന്റെ രീതികളൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. Let me talk about you for a minute. ഒരു നിമിഷം ഞാൻ നിങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കട്ടെ. We are sick in our body. നമ്മളെ ശരീരത്തിൽ രോഗിയാ. Let's imagine there's a cancer in your body. ഭാവനയിൽ ഒന്ന് കാണുക, നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട്. So Jesus is coming to your house. യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാ. Sitting there. അവിടെ വന്നിരുന്നു. He said, do you want to be healed? യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? So what will we do? എന്താണ് നമ്മൾ പറയുന്നത്? Wait, I'm coming. നമ്മൾ പറയും, ഒന്ന് കാത്തിരിക്കെ ഞാൻ ഇപ്പൊ വരാമെന്ന്. So we'll go into the house. നമ്മൾ വീടിനകത്തേക്ക് കയറി പോകും. And we bring this big doctor's report. നമ്മൾ ഈ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ എല്ലാ റിപ്പോർട്ടും കൂടെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരും. In your hand. എന്നിട്ട് അത് യേശുവിന്റെ കയ്യിലോട്ട് കൊടുക്കും. This is my cancer. ഇതാണ് എന്റെ ക്യാൻസർ. And the doctor said this cancer is very rare. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് വളരെ അപൂർവമായ ക്യാൻസർ ആണ്. There is no treatment for this cancer. ഈ ക്യാൻസറിന് ചികിത്സയില്ല. You will only live for 3 weeks. നീ ഒരു 3 ആഴ്ച കൂടെ പോലും ജീവിക്കത്തില്ല.
And Jesus is saying like this, യേശു അന്നേരം പറയുകയാണ്, I did not ask you to bring the report. നീ റിപ്പോർട്ട് കൊണ്ടുവരാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. I did not ask you what kind of cancer you have. നിനക്കുള്ള ക്യാൻസർ ഏത് തരത്തിലുള്ളതാണെന്നല്ല ഞാൻ I ചോദിച്ചത്. am not asking how long you're going to live. നീ എത്ര നാൾ ജീവിക്കുമെന്നല്ല ഞാൻ ചോദിച്ചത്. But I'm asking you, do you want to be healed? ഞാൻ ചോദിച്ചത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? Throw your report. Throw your report. ഈ റിപ്പോർട്ടെല്ലാം വലിച്ചെറിയ. Stop telling your stories. നിന്റെ കഥ പറച്ചില് നിർത്ത്. What should I do? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? What should you do? നീ എന്താണ് ചെയ്യേണ്ടത്? All we need to say is yes, yes, yes. I want a miracle. എനിക്ക് സൗഖ്യമാകണം, സൗഖ്യമാകണം, സൗഖ്യമാകണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. Hallelujah. ഹല്ലേലൂയ. Do you want your business to be blessed? നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? Oh Jesus, you are too late. അപ്പൊ നിങ്ങൾ പറയും, കർത്താവേ അങ്ങ് ഒത്തിരി താമസിച്ചു പോയി. My business is falling down. എന്റെ ബിസിനസ് കൂപ്പുകുത്തി താഴോട്ട് പോവുകയാ. I'm thinking of shutting down my shop. ഈ കട അടച്ചുപൂട്ടുന്ന കാര്യം ഞാൻ There's so ചിന്തിച്ചോണ്ടിരിക്കുകയാ. much of debts I have. എനിക്ക് ഒത്തിരി കടഭാരമുണ്ട്. I don't know how to live. ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയില്ല. Jesus is not asking, when are you going to shut your shop? യേശു ചിരിച്ചുകൊണ്ട് ചോദിക്കുക, എപ്പോഴാണ് നീ നിന്റെ കടയുടെ വാതിൽ അടയ്ക്കാൻ പോകുന്നത്? My Jesus is not asking how much money you owe to the people. നീ ജനത്തിന് എത്ര കടം കൊടുക്കുവാനുണ്ടെന്നല്ല യേശു ചോദിച്ചത്. Only one simple question. ഒരു ലളിതമായ ചോദ്യം മാത്രം. Do you want your business to be blessed? നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? Do you want your business to grow? നിന്റെ ബിസിനസ് വർദ്ധിക്കണം, വളരണമെന്ന് ആഗ്രഹമുണ്ടോ? Don't tell these stories. ഈ കഥകളൊന്നും എന്നോട് പറയണ്ട. My son will never get saved. എന്റെ മകൻ ഒരിക്കലും രക്ഷിക്കപ്പെടില്ല. My husband will always die as a drunkard. എന്റെ ഭർത്താവ് എപ്പോഴും ഒരു മദ്യപാനിയായിട്ടേ മരിക്കത്തുള്ളൂ. My family is finished. എന്റെ കുടുംബം തകർന്നു. These are all the stories that you and I tell Jesus. ഇതാണ് ഞാനും നിങ്ങളും കർത്താവിനോട് പറയുന്ന കഥകൾ. What is the message from Jesus today? എന്താണ് നിങ്ങൾ യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? Your husband will be saved. നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെടും. Your son will come back to Jesus. നിങ്ങളുടെ മകൻ യേശുവിലേക്ക് മടങ്ങി വരും. Your children will do well in their studies. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ പഠനത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. Why? എന്തുകൊണ്ട്? He wants to do a miracle in your life. കാരണം യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണം. Hallelujah. ഹല്ലേലൂയ. He wants to do a miracle in your life. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് ഒരു അത്ഭുതം ചെയ്യണം. I got another 5-10 minutes, but we are going to find the miracle as I finish. എനിക്ക് ഇനിയും കേവലം 5-10 മിനിറ്റ് കൂടെ ഉള്ളൂ. എന്നാൽ നാം ഒരു അത്ഭുതത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. Hallelujah. ഹല്ലേലൂയ. Because Jesus came with me. കാരണം യേശു എന്നോടൊപ്പം വന്നു. I asked him from Delhi, I said, Lord, what do you want to do here in the prayer center? ഞാൻ ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താണ് ഇവിടെ അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? And Jesus said, tell them the miracle worker is coming. അവരോട് പറയുക, അത്ഭുതം ചെയ്യുന്നവൻ ഇവിടെയുണ്ട്. Hallelujah. ഹല്ലേലൂയ. The miracle worker is here. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ ഇവിടെയുണ്ട്. My Jesus will do the miracle for you. യേശു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. Don't tell stories to my Jesus. യേശുവിനോട് നിങ്ങളുടെ കഥകളൊന്നും പറയണ്ട. He doesn't want to hear your problem. നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും കേൾക്കുവാൻ യേശുവിന് താല്പര്യമില്ല. He doesn't want to hear about the seriousness of your sickness. നിങ്ങളുടെ രോഗത്തിന്റെ മൂർച്ഛന്യ അവസ്ഥയെ കുറിച്ചുള്ള കഥകളൊന്നും യേശുവിന് കേൾക്കണ്ട. One simple question. വളരെ ലളിതമായ ചോദ്യം. Do you want to be healed? നിങ്ങൾക്ക് സൗഖ്യമാകണമോ? Simple question. ലളിതമായ ചോദ്യം. Do you want a miracle in your life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അത്ഭുതം വേണമോ? What will you say? എന്താണ് നിങ്ങൾ പറയുന്നത്? Do you want a miracle? നിങ്ങൾക്കൊരു അത്ഭുതം വേണോ? Don't forget, that's how we are going to finish my message, okay? മറക്കരുത്, നാം അങ്ങനെയാണ് ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ പോകുന്നത്. He was telling the story. ഇവൻ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. You know, I used to think like if I was Jesus, I would have looked at that man lying there. I would have told him, you unbelieving man, I came to heal you and you're telling me stories. You deserve to lie down there. I'm going. ഞാനായിരുന്നു യേശുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ആ മനുഷ്യനോട് ഇതെല്ലാം കേട്ടേച്ച് ഞാൻ പറഞ്ഞേനെ, അവിശ്വാസിയായ മനുഷ്യനെ, നീ എന്നോട് ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് സൗഖ്യമാകുവാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് നീ ഇനി നിന്റെ ബാക്കി കാലം അവിടെ കടന്നു. ഗുണം പിടിക്കാത്തവനായതുകൊണ്ട് ഇവിടെ കിടക്കണ ഞാൻ പോവാ
എന്ന് പറഞ്ഞ് ഞാൻ യേശുവായിരുന്നെങ്കിൽ പോയേനെ, എന്നാൽ ഞാൻ യേശു അല്ലാഞ്ഞുകൊണ്ട് സ്തോത്രം. Praise the Lord. Jesus did not leave. He looked at him and he felt sad for him. യേശു അങ്ങനെ വിട്ടുപോയില്ല. യേശു അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. And he looked at him and he said, യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു, he shut his ears to this story. ഈ മനുഷ്യൻ പറയുന്ന കഥകളിലേക്ക് യേശു തന്റെ കാതുകൾ അടച്ചു കളഞ്ഞു. And he looked at him and he said like this, യേശു അവനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, I don't care about the story of the Bethesda. ഞാൻ ഈ കുളക്കടവിനെ കുറിച്ചുള്ള കഥകളെ കേട്ടിട്ട് എനിക്കത് വിഷയമല്ല. I don't care about who gets healed or who doesn't get healed. ഇവിടെ ആര് സൗഖ്യം പ്രാപിക്കുന്നു, ആര് സൗഖ്യം പ്രാപിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് വിഷയമല്ല. But I have come here for a purpose. എന്നാൽ ഞാൻ ഇവിടെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. I have come here to deliver you. നിന്നെ വിടുവിക്കുവാനാണ് ഞാൻ ഇവിടെ വന്നത്. I have come here to set you free. നിന്നെ സ്വതന്ത്രനാക്കുവാനാണ് ഞാൻ ഇവിടെ വന്നത്. So Jesus says like this, യേശു ഇങ്ങനെ പറയുന്നു, look at me. എന്നെ നോക്ക്. And he said, rise up and take up your bed, go home. എന്നിട്ട് പറഞ്ഞു, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെടുത്ത് നീ പോകുക. Are you ready for the miracle, my dear friends? എന്റെ പ്രിയ സ്നേഹിതരെ, അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാണോ? Jesus is going to say the same thing to every one of you. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കർത്താവ് ഇത് തന്നെയാ പറയാൻ ആഗ്രഹിക്കുന്നത്. Rise up, എഴുന്നേൽക്കുക, take up your bed, നിന്റെ കിടക്കയെടുക്കുക, go home. വീട്ടിൽ പോകുക. Well, I can understand rise up because he was lying there for 38 years. കഴിഞ്ഞ 38 വർഷമായിട്ട് ഈ മനുഷ്യൻ അവിടെ കടന്നതുകൊണ്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാം. I think he should do that. അവനത് ചെയ്യണമെന്നും തന്നെയാണ് ഞാൻ And he told him വിശ്വസിക്കുന്നത്. go home. I can understand that also. അവനോട് വീട്ടിൽ പോകാൻ പറയുന്നതും എനിക്ക് മനസ്സിലാക്കാം. But I could not understand why he should take the bed. എന്നാൽ എന്തുകൊണ്ട് ഇവൻ ഈ കിടക്ക എടുക്കണം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വീട്ടിൽ വേറെ കട്ടിലില്ലല്ലോ, അതുകൊണ്ട് ഇത് തന്നെ പൊയ്ക്കോ എന്നാണ് പറഞ്ഞത്. What was the reason why Jesus said take up your bed and go home? എന്താണ് ഈ കിടക്ക എടുത്തുകൊണ്ട് പോകണമെന്ന് യേശു പറഞ്ഞതിന്റെ കാരണം? Amen. Amen. Let me tell you why he said that. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ. He picked up the bed അവന് കിടക്ക എടുത്തു, and he is walking home. അവന് ഭവനത്തിലേക്ക് നടക്കുകയാ. Why picking up your bed? എന്തിനാണ് ഈ കിടക്ക എടുക്കുന്നത്? Hallelujah. ഹല്ലേലൂയ. When you study the word of God, നാം ദൈവവചനം പഠിക്കുമ്പോൾ what happens to us? നമ്മളോടുള്ള ബന്ധത്തിൽ When Jesus comes in our life, യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, amen, what happens? എന്ത് സംഭവിക്കും? Jesus will come and be with us, and he will help us to walk with him. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മോട് കൂടെ ഇരുന്ന് മുൻപോട്ട് നടക്കുവാൻ താൻ അവിടുന്ന് നമ്മളെ സഹായിക്കും. Hallelujah. ഹല്ലേലൂയ. Jesus says, യേശു പറയുന്നു, all this time you are lying in the bed. ഈ സമയമത്രയും നീ കിടക്കയിൽ കിടക്കുകയായിരുന്നു. Now I'm changing everything. എന്നാൽ ഞാൻ ഇപ്പോൾ സകലവും മാറ്റുകയാണ്. The bed was carrying you, ഇതുവരെയും ഈ കിടക്ക നിന്നെ ചുമന്നു. but now for the first time, എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് take the bed നീ കിടക്ക എടുക്കുക. and carry the bed and go home. നീ കിടക്ക എടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോക. Why? എന്തുകൊണ്ട്? When Jesus come into our life, യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ he will change everything. താൻ സകലത്തെയും മാറ്റിമറിക്കും. When Jesus is in our life, യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ when you are in Christ, you are a new creation. നിങ്ങൾ കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. All the old things are passed away. പഴയതെല്ലാം കഴിഞ്ഞുപോയി, Everything is new. സകലതും പുതിയതായി. Hallelujah. ഹല്ലേലൂയ. One more thing I'll say and I'll finish. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Carrying the bed on his head. അവന്റെ കിടക്ക ഇങ്ങനെ തലയിൽ എടുത്തുകൊണ്ട് നടക്കുകയാണ്. The religious Pharisee met with him. അവിടെ മതത്തിൽ വിശ്വസിക്കുന്ന ഊന്നൽ കൊടുക്കുന്ന പരീശന്മാർ അവനെ കണ്ടു. He said, stop, stop. Where are you going? അവര് പറഞ്ഞു, നിക്ക നീ എവിടെ പോവുകയാ? This man is singing song, ഈ മനുഷ്യൻ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവുകയാ. carrying the bed, ഈ കിടക്ക എടുത്തുകൊണ്ട് going home. വീട്ടിൽ പോവുകയാ. This man said, stop. അവര് പറഞ്ഞു, നിക്ക്, What are you carrying? നീ എന്താണ് ഈ എടുത്തുകൊണ്ട് നടക്കുന്നത്? He said, can't you see this is my bed? ഇത് നിങ്ങൾക്ക് കാണത്തില്ലയോ? ഇതെന്റെ കിടക്കയാ. Where are you going? നീ എവിടെ പോവുകയാ? I'm going home. ഞാൻ വീട്ടിൽ പോവുകയാ. And he said, do you know what day today is? ഇന്ന് നിനക്കറിയാമോ ഇന്ന് എന്തോ ദിവസമാണെന്നറിയാമോ? I don't know the day, I don't know the week, I don't know the month, I don't know the year. 38 long years, I don't have any idea of calendar. എനിക്ക് ദിവസവും ആഴ്ചയും മാസവും ആണ്ടും ഒന്നും അറിയാതെ 38 വർഷമായിട്ട് കലണ്ടറുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഞാൻ ഇവിടെ കിടക്കുകയാ. So he said,
today is Sabbath. അപ്പൊ അവര് പറഞ്ഞു ഇന്ന് ശബത്ത് ദിവസമാ. Oh, Sabbath? ഓ ശബത്തോ? So when is Sabbath coming? എന്നാണ് ശബത്ത് വരുന്നത്? Is that it comes once a week? അവര് പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കൽ അത് വരും. And you're not supposed to do any work. ആ ദിവസം നീ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. So the man thought for a minute. ആ മനുഷ്യൻ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചു. 38 years I've been lying in bed. 38 വർഷമായിട്ട് ഞാൻ ഈ കിടക്കയിൽ So he കിടക്കുകയാണ്. calculated. അവന് കണക്ക് കൂട്ടി. Every year 52 Sabbath. എല്ലാ വർഷവും ഒരു 52 ശബത്ത് ദിവസങ്ങൾ. Multiplied by 38 years. അതിനെ 38 കൊണ്ട് ഗുണിച്ചു. He said about 2000 Sabbath. ഏതാണ്ട് 2000 ശബത്ത് ദിവസങ്ങൾ. I was lying in my bed for 2000 Sabbath. ഞാൻ ഇവിടെ ഇതാ 2000 ശബത്ത് ദിവസങ്ങൾ എന്റെ കിടക്കയിൽ ഇവിടെ കിടക്കുകയായിരുന്നു. I was not going anywhere. എങ്ങും ഞാൻ പോയില്ല. I was lying in my bed. ഞാൻ ഈ കിടക്കയിൽ കിടക്കുകയായിരുന്നു. He said, where were you? നിങ്ങൾ എവിടെയായിരുന്നു? You didn't come to me. നിങ്ങൾ ആരും എന്റെ അടുക്കൽ വന്നില്ല. You didn't come and pray with me. നിങ്ങൾ ആരും എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചില്ല. You didn't care for me. നിങ്ങൾ ആരും എന്നെ കരുതിയില്ല. But now I am healed. ഇപ്പൊ ഞാൻ സൗഖ്യം പ്രാപിച്ചു. I'm going home. ഞാനിതാ വീട്ടിൽ പോകുന്നു. You are trying to stop me. നിങ്ങൾ എന്നെ നിർത്തുവാൻ ശ്രമിക്കുന്നുവോ? Get out of my way. എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. Get out of my way. എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. I'm going home. ഞാൻ വീട്ടിൽ പോകുകയാ. I'm going home. ഞാൻ വീട്ടിൽ പോകുകയാ. And he stopped for a minute. എന്നിട്ട് അവൻ ഒരു നിമിഷം ഒന്ന് നിന്നു. And he said like this. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു. By the way, do you know who told me I can go home? നിങ്ങൾക്കറിയാമോ ആരാ എന്നോട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞതെന്നറിയാമോ? Do you know who told me don't worry about Sabbath? ശബത്തിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ടെന്ന് ആരാ എന്നോട് പറഞ്ഞെന്നറിയാമോ? I said to him, I want to know who are you? അതാരാണെന്ന് എനിക്കത് പറഞ്ഞു തരണമെന്നുണ്ട്. And this man said, don't worry, I am the Lord of the Sabbath. ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ശബത്തിന്റെ ദൈവമാകുന്നു എന്ന് എന്നോട് പറഞ്ഞു. I am the Lord of the Sabbath. I am the Lord of the Sabbath. ഞാൻ ശബത്തിന്റെ ദൈവമാകുന്നു. You don't worry about the Pharisee. നീ പരീശന്മാരെ കുറിച്ച് ഭാരപ്പെടണ്ട. You don't worry about anybody. നീ ആരെ കുറിച്ചും ഭാരപ്പെടണ്ട. I have done the miracle in your life. ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തിരിക്കുകയാ. I am the Lord of the Sabbath. ഞാനാണ് ശബത്തിന്റെ ദൈവം. I am the miracle worker. ഞാനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. I am the healer. ഞാനാണ് സൗഖ്യദായകൻ. Are you ready for the miracle? നിങ്ങൾ അത്ഭുതത്തിന് തയ്യാറാണോ? Stand with me, please. ദയവായി എഴുന്നേൽക്കുക. Everybody stand with me. എല്ലാവരും എന്നോടൊപ്പം എഴുന്നേറ്റ് We നിൽക്കുക. are going to pray. നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Are you ready for the miracle? നിങ്ങൾ അത്ഭുതത്തിന് വേണ്ടി തയ്യാറാണോ? Are you ready for the miracle? നിങ്ങൾ അത്ഭുതത്തിന് വേണ്ടി തയ്യാറാണോ? Are you nobody is saying yes. Arey Baba, what is this? We are just about to bring the miracle into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതം വരുവാൻ തുടങ്ങുന്ന ഈ സമയമായപ്പോൾ നിങ്ങൾ ആരും ആ പഴയ ഊർജ്ജം കാണിക്കുന്നില്ല. ആരും വേണമെന്ന് പറയുന്നുമില്ല. Are you ready for the miracle? അത്ഭുതത്തിന് വേണ്ടി തയ്യാറാണോ? I'm going to pray for a miracle in every one of your lives. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാൻ വേണ്ടി I പ്രാർത്ഥിക്കുവാൻ believe with പോകുകയാണ്. all my heart, today is your day. ഇത് ഇന്ന് നിങ്ങളുടെ ദിവസമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. Do you believe that? നിങ്ങളത് വിശ്വസിക്കുന്നുവോ? Today is your day. ഇത് നിങ്ങളുടെ ദിവസമാണ്. God sent a man from Delhi ദൈവം ഡൽഹിയിൽ നിന്ന് ഒരു മനുഷ്യനെ അയച്ചു. and said, go and tell my people in Tiruvalla. എന്നിട്ട് തിരുവല്ലയിലുള്ള എന്റെ ജനത്തോട് ചെന്ന് പറയുക, Go and tell them I'm going to do a miracle for them. അവർക്ക് വേണ്ടി ഞാൻ ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. Miracle is here waiting for you. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ഇവിടെ കാത്തിരിക്കുകയാണ്. Do you want the miracle? നിങ്ങൾക്ക് അത്ഭുതം വേണോ? Lift up your hands towards heaven. അങ്ങനെയെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുക. If you're sick in your body today, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ രോഗിയാണെങ്കിൽ, believe me, my dear friends, you're going to be healed today. ഇന്ന് പകൽ നിങ്ങൾ സൗഖ്യമാകുവാൻ പോകുകയാണെന്ന് വിശ്വസിക്കുക എന്റെ പ്രിയ സ്നേഹിതരെ. Your business is going to change today. നിങ്ങളുടെ ബിസിനസ് ഇന്ന് മുതൽ മാറുവാൻ പോകുകയാണ്. Your family situation is changing today. നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അവസ്ഥകൾ ഇന്ന് മാറുവാൻ പോകുകയാണ്. Your studies are going to change today. നിങ്ങളുടെ പഠനത്തിന്റെ രീതികൾ മാറുവാൻ പോകുകയാണ്. Jesus is going to do a miracle in every one of your life. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. When you say, Lord, I'm ready. നിങ്ങൾ പറയാമോ ദൈവത്തോട്, കർത്താവേ ഞാൻ തയ്യാറാണ്. Lord, I'm ready. ഞാൻ തയ്യാറാണ്. I want the miracle. എനിക്കൊരു അത്ഭുതം വേണം. I want the healing. എനിക്കൊരു സൗഖ്യം വേണം. I want the deliverance. എനിക്കൊരു വിടുതൽ വേണം. I want the power. I
want the power. എനിക്ക് ആ ശക്തി വേണം. Do it for me, Lord. എനിക്ക് വേണ്ടി അത് ചെയ്യണമേ കർത്താവേ. Heavenly Father, we stand before your throne. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സിംഹാസനത്തിന് മുൻപാകെ The നിൽക്കുന്നു. same Jesus who walked to the Bethesda pool. യേശു അബെഥസ്ദ കുളക്കടവിലേക്ക് വന്ന പോലെ The same Jesus who made the man to walk. ആ മനുഷ്യനെ നടക്കുവാൻ ഇടയാക്കിയ അതേ യേശു Today I pray for my brothers and sisters, Lord. ഇന്ന് പകൽ എന്റെ പ്രിയ സഹോദരങ്ങളെ അവിടുന്ന് തൊടണമേ. I pray for the fathers and the mothers. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. I pray for the young people. ഇവിടെയുള്ള യൗവനക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു I കർത്താവേ. pray for the students. ഇവിടെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray for the young working people, Lord. ഇവിടെയുള്ള യൗവനക്കാരായ ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Whatever may be their needs. അവരുടെ ജീവിതത്തിലെ ആവശ്യം എന്തു തന്നെയാണെങ്കിലും As a servant of the Lord Jesus Christ, ആ ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ I command miracle will take place. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ Let കൽപ്പിക്കുകയാണ്. miracle take place. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Let healing take place. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. Let deliverance take place. വിടുതലുകൾ സംഭവിക്കട്ടെ. Change their life, Lord. അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കണമേ. Bless their life, Lord. അവരുടെ ജീവിതത്തെ സ്പർശിക്കണമേ. Do a miracle in everyone's life. ഓരോരുത്തരും ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ. We give you the praise and glory. ഞങ്ങളെല്ലാം ബഹുത്വവും മാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. In Jesus' name. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. My dear friends, as I finish, I say this. എന്റെ പ്രിയ സ്നേഹിതരെ, ഇത് സമാപനം കുറിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ. Jesus has already done a miracle for you. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. Many people have been healed in your body. നിങ്ങളിൽ പലരും നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. Your business is changing. നിങ്ങളുടെ ബിസിനസ് മാറി മറിയുകയാണ്. Your life is changing. നിങ്ങളുടെ ജീവിതം മാറുകയാണ്. Your children are നിങ്ങളുടെ changing. കുഞ്ഞുങ്ങൾ മാറുകയാണ്. Your family is നിങ്ങളുടെ changing. കുടുംബം മാറുകയാണ്. Yes, yes, yes. യെസ്, അതെ അതെ അതെ. We bless you, Lord, in Jesus' name. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾ